ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. ഇത്തിരി ലേറ്റ് ആയി പോയി, എന്നാലും കറക്റ്റ് സമയത്താണെന്ന് വിശ്വസിക്കുന്നു. രാവിലത്തെ ആ ഒരു സംഭവത്തെ പറ്റി തന്നെയാണ് എല്ലാവർക്കും പറയാനുള്ളത്. ബിഗ് ബോസിനെ പറ്റി സംസാരിക്കുന്ന എല്ലാവരും അത് തന്നെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളായിട്ട് കുറയ്ക്കുന്നില്ല. അതൊരു വിവാദമായിരിക്കുന്ന കാഴ്ചയാണ് കേട്ടോ. അതുകൊണ്ട് അനീഷിന്റെ പ്രേക്ഷക പിന്തുണ ഇത്തിരി കൂടിയെന്നൊക്കെയാണ് കേൾക്കുന്നത്. നമുക്ക് വിശദാംശങ്ങളിലേക്ക് പോവാം. ലൈവിൽ എന്താണ് നടന്നത്. അനീഷും അനുമോളും ആ ഒരു ഊഞ്ഞാലിലിരിക്കുന്നു. വളഞ്ഞു തിരിഞ്ഞാണ് അനീഷ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അനീഷേട്ടന് നേരം വെളുത്തുവെന്ന് എങ്ങനെ അറിയാനായിട്ട് പറ്റും? കാരണം അനീഷ് ഏറ്റവും നേരത്തെയാണ് എണീക്കുന്നത്. അപ്പോൾ അനീഷ് പറയുന്നത് അങ്ങക്ക് എങ്ങനെ എണീക്കുന്നതാണ് എന്നുള്ള രീതിയിൽ പറയുന്നു. ഇന്ന് ഞാൻ പതിവിലും നേരത്തെ എണീറ്റു എന്ന് അനീഷ് 1-2 തവണ സ്ട്രെസ് ചെയ്ത് പറയുന്നുണ്ട്. ഇന്ന് ഞാൻ പതിവിലും നേരത്തെ എണീറ്റു. അതേപോലെ മഴയെ പറ്റി സംസാരിക്കുന്നു, കാലാവസ്ഥ, ഇതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് അനീഷ് ചോദിക്കുന്നത് എന്നെ പറ്റിയുള്ള അനുമോളുടെ അഭിപ്രായം എന്താണ്. സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടായി ചേട്ടാ. വന്ന സമയത്ത് താല്പര്യം ഉണ്ടായിരുന്നില്ല, ഇപ്പൊ നല്ലൊരാളാണ്, ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എന്ന് അനുമോള് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചാലോ എന്ന് അനീഷ്. ഇത് കേട്ട് ആദ്യം അനുമോള് പറയുന്നത് തമാശക്ക് പറഞ്ഞതാണോ എന്നാണ് അനുമോള് ചോദിക്കുന്നത്. പ്രാങ്ക് ആണോ? മൈക്കിട്ടിട്ടുണ്ട്, ക്യാമറയുണ്ട്, ചുറ്റും ആളുകൾ കണ്ടുകൊണ്ടിരിക്കുക. എനിക്കൊന്ന് ചമ്മിപ്പോയെന്ന് തോന്നുന്നു കേട്ടോ. ആകെ ആ ഒരു എന്താ പറയാ, ക്യാമറയൊക്കെ ഉള്ളതിന്റെ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ എന്ന് അനീഷ് പറയുന്നു. അനീഷേട്ട ഇതെന്താ സംഭവം? അനീഷേട്ട എണീച്ചെന്ന് പറയുന്നു. ആ ഒരു രീതിയിലാണ് അനുമോള് സംസാരിക്കുന്നത് കേട്ടോ. പരിഹസിക്കുകയാണ്. എനിക്കറിയാം ബിഗ് ബോസ് പറഞ്ഞിട്ട് പ്രാങ്ക് ചെയ്തതാണെന്ന്, കൊള്ളാൻ ചേട്ടാ അനുമോള് പറയുന്നു. കല്യാണം എന്നൊക്കെ കേൾക്കാൻ നല്ല സുഖമുണ്ട്. ഇനി ഞാൻ ചോദിക്കാം, എന്നെ കുറിച്ച് എന്താണ് ചേട്ടന്റെ അഭിപ്രായം? ചിരിച്ചോണ്ടാണ് പറയുന്നത്. പിന്നെ അനീഷ് വീണ്ടും ചോദിക്കുന്നു, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. അപ്പൊ അനുമോള് വീണ്ടും പറയുന്നു, ഇന്നലെ ബിഗ് ബോസ് വിളിപ്പിച്ചത് ഇതിനു വേണ്ടിയായിരുന്നു അല്ലേ? അതാണ് അനീഷേട്ടൻ പറഞ്ഞത്, വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയെന്ന്. എനിക്കെല്ലാം മനസ്സിലായി എന്ന് അനുമോള് പറയുന്നുണ്ട്. പിന്നെ അനുമോള് പറയുന്നുണ്ട്, ഞാനിപ്പോ കല്യാണത്തെ പറ്റി ആലോചിക്കുന്നില്ല, കരിയർ സെറ്റ് ആക്കണം, ഇപ്പോഴും വട്ടപ്പൂജയായിട്ട് നിൽക്കുകയാണ്, ഉണ്ടാക്കുന്നതൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നതല്ലാതെ വേറെ ഒരു പ്രയോജനവും ഇല്ല. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. എനിക്കൊരു അഫയർ ഉണ്ടായിരുന്നു, അത് പൊട്ടി പാളിഷായി. അമ്മയുടെ അച്ഛന്റെയും വലിയ ആഗ്രഹമാണ് എന്റെ കല്യാണം എന്ന് പറയുന്നത്. സോൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നു. ഞാൻ അവരുടെ അടുത്ത് സമയം ചോദിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ വീടിന്റെ ലോൺ അങ്ങനെ എന്തൊക്കെയൊക്കെയോ പേഴ്സണൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ സമയത്ത് അനീഷ് എണീറ്റ് പോകുന്നു, മൊത്തം കേൾക്കാനായിട്ട് നിൽക്കുന്നില്ല. അനുമോൾ അവിടെ വണ്ടർ അടിച്ചിരിക്കുകയാണ്, അനീഷേട്ടൻ എന്ത് പറ്റി? എന്നിട്ട് പിന്നെ അനുമോള് ബിഗ് ബോസിന്റെ അടുത്ത് പറയുന്നു, എന്നെ ഒന്ന് കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിക്കൂ ബിഗ് ബോസ്. പിന്നീട് ആദിലയുടെ അടുത്ത് പോയി ഇരുന്ന് സംസാരിക്കുമ്പോൾ അനുമോള് പറയുന്നുണ്ട്, എനിക്ക് പേടിയാകുന്നു അനീഷേട്ടനെ, എനിക്ക് പേടിയാകുന്നു. ഇതെന്താണ് ഇങ്ങനെ ഒരു മാറ്റം വരാൻ കാരണം? അങ്ങേർക്ക് പ്രാങ്ക് കളിക്കാനൊന്നും അറിയത്തില്ല. ആ രീതിയിൽ അനുമോള് സംസാരിക്കുന്നുണ്ട്. അതിലേയും വണ്ടർ അടിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതായിരുന്നു ലൈവില് കാണിച്ച അത്രയും കാര്യങ്ങൾ. വള്ളി പുള്ളി തെറ്റാതെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ആതിരയുടെ അടുത്ത് വളരെ മോശമായ രീതിയിലാണ് അനുമോൾ ഇത് അവതരിപ്പിക്കുന്നത് കേട്ടോ. ഒട്ടും തന്നെ ഒരു എന്താ പറയാ, മെച്യൂർ ആയ രീതിയിലല്ല ഇത് പറയുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് സ്ട്രിക്ട്ലി എന്റെ മാത്രം അഭിപ്രായങ്ങളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ ഇടാം. ഇത്രയും പറഞ്ഞതും എന്റെ അഭിപ്രായമായിരുന്നു. അനുമോളുടെ ഇമ്മച്യൂർ ആയിട്ടുള്ള ഒരു ഡീലിംഗ് രീതി അത് ശരിയായില്ല, ഒട്ടും തന്നെ ശരിയായില്ല. ആദിലയുടെ അടുത്ത് പോയിരുന്നു അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പൊ ഇവിടെ ശരിക്കും എനിക്ക് തോന്നിയത് എന്താണെന്ന് അറിയോ, അനീഷ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അനുഭവിച്ച ആ ഒരു ഒറ്റപ്പെടല്, സോളിറ്റ്യൂഡ് അല്ലെങ്കിൽ ട്രോമ, അതിൽ നിന്നൊക്കെ ഒന്ന് മോചിതനായത് അല്ലെങ്കിൽ ഫ്രീ ആയത് ബിഗ് ബോസ് പോലൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് ഇത്രയധികം പേരെ പരിചയപ്പെട്ടത് കാരണമാണ്. അത് അനീഷ് തന്നെ ബിഗ് ബോസിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്തോ മോചിതനായ പോലെ തോന്നുന്നു, ബിഗ് ബോസ് ബന്ധനങ്ങളിൽ നിന്നെല്ലാം വിട്ടുപോയതുപോലെ തോന്നുന്നു, അങ്ങനെയൊക്കെ അനീഷ് പറയുന്നുണ്ടായിരുന്നു. ഇതൊക്കെ വെറും ഫിലോസഫി അല്ല, അദ്ദേഹത്തിന് തോന്നുന്ന കാര്യങ്ങൾ തന്നെയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്, ചെയ്തിട്ടുള്ളതൊക്കെ. ഇല്ലായിരുന്നുണ്ടെങ്കിൽ അനീഷ് പറയുന്ന പോലെ ആ ഒരു മുറിക്കുള്ളില് ഈ പ്രശസ്ത യൂറോപ്യൻ എഴുത്തുകാരനായിട്ടുള്ള ഫ്രാങ്ക് കഫ്കയൊക്കെ ജീവിച്ച പോലെ ഒരു ജീവിതം അനീഷ് ജീവിച്ചേനെ, അവിടെ മരിച്ചേനെ. അപ്പൊ അതൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോഴൊക്കെ അനീഷിന്റെ പ്രതീക്ഷ ബിഗ് ബോസ് എന്ന ആ ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കണം. അത്രയും ആഗ്രഹിച്ചാണ് അദ്ദേഹം ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നത്. അത് തീർച്ചയായിട്ടും അത്രയധികം ആഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇതിനകത്ത് എത്തിയത്. പലരും ഇത് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ അതൊരു ഗ്രാമപ്രദേശത്ത് നിന്ന് ജനങ്ങൾക്ക് ഒട്ടും പരിചിതമല്ലാത്തൊരു മുഖമായിട്ടാണ് അനീഷ് ബിഗ് ബോസിനകത്തേക്ക് കയറിയത്. ഒരു സാധാരണക്കാരന്റെ പ്രതിനിധി. നമ്മളൊക്കെ ഇമോഷണൽ ആയിട്ടുള്ള ബീയിങ്സ് ആണ്, വികാരങ്ങൾ ഉണ്ട് നമുക്ക് എല്ലാവർക്കും. അതെല്ലാം അടക്കി പിടിച്ച് കല്ലായിട്ട് ജീവിച്ച ഒരാളായിരുന്നു അനീഷ്. അത് അദ്ദേഹത്തിന്റെ സാഹചര്യങ്ങൾ കാരണം, പ്രായമായിട്ടുള്ള അച്ഛൻ, അമ്മ, അനീഷ് തന്നെ ഒരുപാട് കാര്യങ്ങൾ, പേഴ്സണൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അനീഷ് എന്ന് പറയുന്ന വ്യക്തി എന്താണ് ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത് വന്ന സമയത്തുള്ള അനീഷിന് ഈ കാണുന്ന സപ്പോർട്ടും ആരാധകരും ഒന്നുമില്ലായിരുന്നു. വട്ടപൂജ്യത്തിൽ നിന്നുമാണ് അനുമോളി പറയുന്ന വട്ടപൂജ്യം ഉണ്ടല്ലോ, അത് യഥാർത്ഥത്തില് അനീഷ് ആയിരുന്നു. അനീഷ് അവിടെ നിന്നാണ് തുടങ്ങിയത്. എന്നിട്ട് ഈ 90ാമത്തെ ദിവസം
അവിടെയുള്ള മറ്റാരെക്കാട്ടിലും അവിടെ വലിയ കൊമ്പന്മാരായിട്ടുള്ള സീരിയൽ ആക്ടേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, വലിയ പാട്ടുകാരും ഒക്കെ ഉണ്ട്. എന്നിട്ട് നമ്മൾ കാണുന്ന കാഴ്ച എന്താണ്? അവരെയൊക്കെ മലത്തി അടിക്കുന്ന ഒരു സാധാരണക്കാരൻ. അതിന് കാരണം എന്താണ്? അനീഷ് അവിടെ ജീവിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ അത് നമ്മൾ കണ്ടു. അത് പ്രേക്ഷകർ കണ്ടുകൊണ്ടാണ് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തത്. നല്ല രീതിയിൽ ഒരാൾ മാറുന്ന കാഴ്ച ആണ് പ്രേക്ഷകർ കണ്ടത്. അപ്പൊ അനീഷ് കടന്നുപോയ വഴികളോ സാഹചര്യങ്ങളൊന്നും അനുമോളെ പോലെ ഒരാൾക്ക് ഒട്ടും സങ്കല്പിക്കാൻ പോലും പറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇൻഡസ്ട്രിയിലെ മറ്റേത് മറിച്ചതെന്നൊന്നും പറഞ്ഞുകൊണ്ട് വരരുത്. അതൊന്നും അനീഷ് നേരിട്ട കാര്യങ്ങളെ പോലെ ആവില്ല. എൻഡ് ഓഫ് ദ ഡേ തൃശ്ശൂർ ഒരു ഗ്രാമത്തിൽ നിന്നും വന്ന ഒരു നെൽകർഷകൻ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ, അതാണ് അനീഷ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഗവൺമെന്റ് എംപ്ലോയി. അല്ലാതെ അനുമോളെ പോലെ മറ്റേ സെലിബ്രിറ്റി സ്റ്റാറ്റസ്, ഫെയിം, 1 മില്യൺ ഫോളോവേഴ്സ് അതൊന്നും ഉള്ള ഒരു വ്യക്തിയൊന്നും അല്ല. അനുമോൾ അനീഷിനോട് കാണിച്ച അടുപ്പം അദ്ദേഹത്തിന് തമാശ ആയിരുന്നില്ല. ശരിക്കും ഞാൻ പറയുകയാണ്, അദ്ദേഹത്തിന് അത് തമാശ ആയിരുന്നില്ല. അത് ഗെയിം ആണെന്നൊക്കെ പറയുന്നവരുണ്ട്. തീർച്ചയായിട്ടും ഗെയിം അല്ല. അദ്ദേഹത്തിന് അടുപ്പം തോന്നിയിട്ടുണ്ടാവും. ഒരു എന്താ പറയാ, ജീവിതകാലം മുഴുവൻ കൂടെ കൂട്ടാൻ പറ്റിയ ഒരു വ്യക്തിയാണെന്ന് തോന്നിയിട്ടുണ്ടാവും അനുമോളെ കണ്ട സമയത്ത്. അതിലൊരു തെറ്റുമില്ല. അത് ഏതൊരാൾക്കും തോന്നേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ തോന്നിയില്ലെങ്കിലാണ് പ്രശ്നം ഉണ്ടെന്ന് പറയേണ്ടത്. അനുമോളുടെ ഓരോ കോപ്രായങ്ങളും അത്രയധികം അനീഷിന്റെ ഉള്ളില് കയറിയിട്ടുണ്ടാവും. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇപ്പൊ ഇരുന്ന് ഈ അനുഭവിക്കുന്നത്, ഇങ്ങനെ ശിരസ് കുനിച്ച് നിൽക്കേണ്ടതായിട്ട് വന്നത്. ഇപ്പൊ ലക്ഷക്കണക്കിന് വരുന്ന മലയാളി പ്രേക്ഷകർ മുമ്പില് അനീഷ് എന്ന് പറയുന്ന ആ മനുഷ്യൻ ഇപ്പൊ തല കുനിച്ച് നിൽക്കേണ്ടി വന്നൊരു കാഴ്ചയാണ് കണ്ടത്. കാരണം അങ്ങനെ ഒരു റെസ്പോൺസ് അല്ല അനുമോളുടെ ഭാഗത്തു നിന്ന് അനീഷ് പ്രതീക്ഷിച്ചത്. അനുമോൾ അങ്ങനെ ഒരു റെസ്പോൺസ് കൊടുക്കേണ്ടിയിരുന്നില്ല. അത് നല്ല രീതിയിൽ ഡീൽ ചെയ്യാമായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, അനീഷിന് അഭിനയിക്കാൻ അറിയില്ല. അനുമോളെ പോലെ അഭിനയിക്കാൻ അറിയില്ല. എല്ലാം അദ്ദേഹത്തിന് തമാശയല്ല. ഇത് സാധാരണക്കാരനായതുകൊണ്ട് മാത്രം എന്താ പറയാ, വെറുതെ ഇങ്ങനെ അപഹാസ്യനാവുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അഭിനയിക്കാൻ അറിയാത്തത് കൊണ്ട് മാത്രം അപഹാസ്യനാവുന്ന കാഴ്ചയാണ് കണ്ടത്. തീർച്ചയായിട്ടും ഇത് നമ്മൾ സംസാരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു കോമണർ ഇവർക്കൊന്നാവാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അങ്ങനെ ഒരാളെ അനുമോളുടെ ജീവിതത്തിൽ ഇനി കൂട്ടുകയുള്ളൂ. നിങ്ങളൊന്ന് ഇനി നോക്കിക്കോളൂ. അനുമോൾ അത്രയധികം എന്താ പറയുക, അഫ്ലുവന്റ് ആയിട്ടുള്ള ഒരു ആളെ കല്യാണം കഴിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അവരെ ലൈഫ് പാർട്ട്ണറായിട്ട് കൂടെ കൂട്ടുകയുള്ളൂ. അനീഷിനെ പോലൊരു വ്യക്തി ഒരിക്കലും ചേരില്ല. അത് ആദിലയുടെ അടുത്തും പറയുന്നുണ്ട്. ഞാൻ അയാളെ ചേട്ടനെ പോലെയാണ് കണ്ടത്, എനിക്ക് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതിൽ തന്നെ നമുക്ക് മനസ്സിലാവും. എത്രയൊക്കെ ആണെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, ഇവരൊക്കെ ഒരു സാധാരണ പ്രേക്ഷകന് എത്തിപ്പിടിക്കാൻ പറ്റുന്ന ആ ലെവലിന് മുകളിലുള്ളവർ തന്നെയാണ്. അത് സെലിബ്രിറ്റി എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഒരു സാധാരണക്കാരന് എത്തിപ്പിടിക്കാൻ പറ്റുന്ന ലെവലിന് മുകളിലുള്ള വ്യക്തികൾ തന്നെയാണ് എന്നും പറഞ്ഞ് നമ്മൾ അവരുടെ ഒന്നും വർക്ക് കാണാതിരിക്കുന്നില്ല, അല്ലെങ്കിൽ സിനിമകളെ ഷോസ് ഇതൊന്നും കാണാതിരിക്കുന്നില്ല. നമ്മളൊക്കെ കാരണമാണ് അവർ ആ ഒരു ലെവലിലേക്ക് എത്തിയത്. പക്ഷെ എപ്പോഴും അവർക്ക് ആ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. ഒരു സാധാരണക്കാരൻ ഇതൊക്കെയാണല്ലോ എന്നുള്ള രീതിയിൽ ആ രീതി തന്നെയാണ് അനുമോൾ സംസാരിച്ചത്. അല്ലാതെ വേറെ എന്താണ്, സ്വന്തം പ്രശ്നങ്ങൾ പറയേണ്ട ഒരു സാഹചര്യം ആയിരുന്നില്ല അത്. അനീഷ് ചോദിച്ചത് എന്താണ്, വിവാഹം കഴിക്കാൻ താല്പര്യം ഉണ്ടോ എന്നാണ് ചോദിച്ചത്. യെസ് ഓർ നോ, അത് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. നല്ല രീതിയിൽ ഡീൽ ചെയ്യാമായിരുന്നു. ഉടനെ പ്രാങ്ക് ആണെന്ന് പറഞ്ഞ് പരിഹസിക്കുന്നു. ആദിലയുടെ അടുത്ത് പോയിരുന്നു പറയുന്നു, അടിച്ചു വിരിഞ്ഞിരുന്ന ആദിലയുടെ അടുത്തിരുന്ന് പറയുന്നു. എന്തായാലും വന്നവളും നിന്നവളും പോയവളും ഒക്കെ ഒന്നായ സ്ഥിതിക്ക് അനീഷ് വീണ്ടും ഒറ്റയ്ക്കായി. അതാണ് എൻഡ് ഓഫ് ദ ഡേ. അനീഷ് എന്ന് പറയുന്ന ആ മനുഷ്യൻ, അദ്ദേഹം ഒറ്റയ്ക്കാണ് വന്നത്, ഒറ്റയ്ക്കാണ് അവിടുന്ന് പോകാനായിട്ട് പോകുന്നത്. അവസാന ദിവസം അനുമോള് എന്താ പറയാ, തീരുമാനം മാറ്റുമോ ഏതാണെന്നൊന്നും എനിക്കറിയില്ല. അനുമോള് തീരുമാനം മാറ്റിയാൽ അത് എന്തുകൊണ്ട് അനുമോൾക്ക് നല്ലതാണ്. കാരണം അത്രയും നല്ലൊരു മനുഷ്യനാണ്, തങ്കപ്പെട്ട ഒരു മനുഷ്യനാണ്. അനുമോൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് എന്നൊക്കെ ഞാൻ വേണമെങ്കിൽ പറയും. കാരണം ഇത് ഒരു രീതിയിലുള്ള പ്രാങ്കോ കാര്യങ്ങളോ ഒന്നും ആയിരുന്നില്ല. അത്രയും നല്ല രീതിക്കാണ് അനീഷ് ഈ ഒരു കാര്യം അവതരിപ്പിച്ചത്. അത് അനുമോൾ ഡീൽ ചെയ്ത രീതി ഇത്തിരി മോശമായിട്ടൊക്കെ എനിക്ക് തോന്നി. ഇപ്പൊ പോലും ലൈവിലുണ്ടല്ലോ, അനുമോള് ആദിലയുടെ നൂറയുടെ അടുത്ത് കമ്പനി ആയിട്ട് പറയുകയാണ്, ഞാൻ അനീഷേട്ടന്റെ അടുത്ത് പോയി സംസാരിക്കാൻ ശ്രമിച്ചായിരുന്നു, പക്ഷെ പറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത്. പഴയ സ്വഭാവത്തിലേക്ക് വീണ്ടും ആ മനുഷ്യൻ തിരിച്ചു വന്നു. ഞാൻ അവിടെ ഇരുന്നൊന്നും സംസാരിക്കില്ല, മൈജി കോർണറിലേക്ക് വരുമോ എന്നുള്ള രീതിയിൽ ഞാൻ ചോദിച്ചു. അപ്പൊ അനീഷേട്ടൻ വരില്ല എന്നാണ് പറഞ്ഞത്. അനീഷ് പിണങ്ങി നടക്കുകയാണ് കേട്ടോ. കാരണം അത് അത്രയധികം ഒരു ആഘാതം അനീഷിനത് ഉണ്ടാക്കി എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കളി കാര്യമായെന്ന് അനുമോൾക്ക് മനസ്സിലായി. എനിക്കതാണ് തോന്നുന്നത്. അനുമോൾ ഈ കളിച്ചതൊക്കെ കാര്യമായിട്ടാണ് അനീഷ് കണ്ടിരുന്നത്. അത് ഒറ്റ വാക്യത്തിൽ പറഞ്ഞ അത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. അനുമോൾ ഈ രണ്ടാമത്തെ ദിവസം പോലും തുടങ്ങിയ ആ ഒരു അനീഷേട്ട സിംഗിൾ ആണോ, നമുക്ക് സെറ്റ് ആയാലോ, ആ ഒരു സാധനമാണ് ഈ 90ാമത്തെ ദിവസം അനീഷിനെ കൊണ്ട് ഇങ്ങനെ ചോദിപ്പിക്കാൻ ഇടയായത്.
അത് അനുമോളുടെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ച തന്നെയാണ്. എത്രയൊക്കെ ആണെങ്കിലും ഇതിനകത്തൊരു ഗെയിം കാണാനായിട്ട് എനിക്ക് പറ്റുന്നില്ല കേട്ടോ. ഞാനത് ഉള്ളതുപോലെ പറയുകയാണ്. ഇതിനകത്തൊരു ഗെയിം കാണാനായിട്ട് പലർക്കും പറ്റുന്നുണ്ടാവും, എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഇത് അനീഷ് വളരെ ആത്മാർത്ഥമായിട്ട് അവതരിപ്പിച്ച ഒരു കാര്യമാണ്. വളരെ സത്യസന്ധനായ ഒരു വ്യക്തിയാണ്, ജെന്റിൽമാൻ ആണ്. ഇങ്ങനെ പേടിക്കേണ്ട ഒരു ആവശ്യം പോലും അനുമോൾക്കില്ല. പേടിയെന്ന് അവിടെ പറഞ്ഞത് തന്നെ ഏറ്റവും വലിയ ചറ്റത്തരം എന്നാണ് ഞാൻ പറയുന്നത്. ബിഗ് ബോസ് പോലൊരു പ്ലാറ്റ്ഫോമിൽ എന്താണ് അനീഷ് എന്ത് ചെയ്യും? അല്ല, അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുവാന്നേ, എന്തിനാണ് ഈ പേടി എന്നൊക്കെ പറയുന്നേ? പേടി. കൊള്ളാം. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.